ഗുഡ് മോർണിംഗ്, എ ബ്ലസ്സഡ് മോർണിംഗ്. ഇന്ന് ചില വലിയ സംശയങ്ങൾ ലോകത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ അങ്ങ് ഭയങ്കരമായ പ്രസ്താവനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വയറിന് വേണ്ടിയിട്ടാണ്, ഫേമസ് ആകാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മളോട് കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോയി കർത്താവിൻ്റെ സുവിശേഷത്തെ അറിയിക്കാനാണ്. യേശു തന്നെ കർത്താവെന്ന്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ചിലരോട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളും യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങളും പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ശവമടക്കമാണ് ഇഷ്ടം, ഞങ്ങളുടെ കല്ലറയാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വിശ്വാസികളായ നമ്മളെ ഒന്നുകൂടൊന്ന് ഉണർത്തുവാൻ വേണ്ടി പറയുകയാണ്. ജാതികളുടെ ഇടയിലേക്ക് നമ്മളെ ദൈവം അയക്കുമ്പോൾ വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം, യേശുവിനെ എല്ലാവർക്കും അറിയാം. യേശുവിനോട് നടക്കും, യേശു രോഗികളെ സൗഖ്യമാക്കി, അപ്പം കൊടുത്തു, പോഷിപ്പിച്ചു, എല്ലാം ഓക്കെയാണ്. പക്ഷേ യേശു ക്രിസ്തു ആത്മാവാണ്. യേശു ഈ ഫ്ലഷിലുണ്ടായിരുന്നത്. പക്ഷേ യേശു ക്രിസ്തു ആഫ്റ്റർ ഡെത്ത്, റിസറക്ഷൻ, ഹീ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റാണ് നമ്മുടെ അകത്തേക്ക് വരേണ്ടത്. ആ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധൻ്റെ ആത്മാവിനാൽ അവൻ ഇപ്പോൾ നമ്മുടെ അകത്ത് വരണം. അതിനെ റിസീവ് ചെയ്യണമെങ്കിൽ അതിലൂടെ മാത്രമേ നമുക്ക് പാസ്പോർട്ട് പോലെ നമുക്ക് എൻട്രി കിട്ടത്തുള്ളൂ പിതാവിൻ്റെ അടുക്കിലേക്ക്. തിരശ്ശീല രണ്ടായി കീറി, എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളാണ് ഇനി പുരോഹിതന്മാർ. അപ്പോൾ നമ്മൾ അവനെ വിശ്വസിക്കണം, ആ ക്രൈസ്റ്റിനെ, ആ ആത്മാവിനെ വിശ്വസിക്കണം. അവൻ ആത്മാവിനാൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് അവൻ വരും. ഈ സത്യം നമ്മൾ അറിയണം. യേശുവിനെ എല്ലാവർക്കും അറിയാം. യേശു ക്രിസ്തുവിനെ അറിയാമോ? ക്രിസ്തു ആത്മാവാണോ? അതിനെ നീ ഈ ഫോട്ടോയും ബിംബവും വെച്ചിട്ടൊന്നും കാര്യമില്ല. അതിലൂടെയല്ല നിത്യയിലേക്ക് പോകുന്നത്. പലപ്പോഴും പറയും നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എന്ത് വിശ്വാസമാണ്? സത്യം നിങ്ങൾ അറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. യോഹന്നാൻ 4:24 പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നുവെന്ന്. ഇതാണ് ആ സമയം, ഇതാണ് കൃപായുഗം. ഇനിയൊരു യുഗമില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ റാപ്ചറാണ് സംഭവിക്കുന്നത്. റോമർ 10:9 പറയുന്നു, നിങ്ങൾ കൺഫസ് ചെയ്തിട്ട് വിശ്വസിക്കുമ്പോൾ അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ആത്മാവാകുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവൻ വരുവാനിടയാകും. അതാണ് രക്ഷ. വെൻ യു കൺഫസ് യുവർ സിൻസ്, ഞാൻ പാപിയാണ്, എനിക്ക് രക്ഷ ആവശ്യമാണ്, യേശു കർത്താവ് മരിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ സേവ്ഡ് ആവുന്നത് അപ്പോഴാണ്. ലൂക്കോസ് 17:21 പറയുന്നു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, ഇൻ യു. അകത്താണ്, നിങ്ങളുടെ അകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നത് റാപ്ചറിന് ശേഷമാണ്. നമ്മൾ അവനോടുകൂടി ഭാര്യയും ഭർത്താവും ഒന്നാവുന്നത് പോലെ നമ്മളും അവനും ഒന്നായി ഈ ഭൂമിയിലിരിക്കുന്നു, എൻഗേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ അവനോടുകൂടെ എന്നേക്കും വാഴും. ബിക്കോസ് വി ആർ സ്പിരിറ്റ്, വി ആർ വൺ ഇൻ സ്പിരിറ്റ്. ഹല്ലേലൂയ.